നമസ്കാരം. ബാക്ക്ലൈറ്റ് ഫോട്ടോസ്, LED ബാക്ക്ലൈറ്റ് ഫോട്ടോസ് ഇന്ന് മാർക്കറ്റിംഗ് സാധ്യതയുള്ളതും അതുപോലെ ഹോം ഡെക്കറായിട്ട് ഉപയോഗിക്കാൻ ഒക്കുന്ന ഒരു മികച്ച പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ഒന്നുകിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ ഇത് മാത്രം ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ ഇത്തരം പ്രോഡക്റ്റുകൾ നമുക്കിഷ്ടമുള്ള ഫോട്ടോ വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനൊക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. യൂണിനോട്ടിൻ്റെ വെബ്സൈറ്റിലൂടെ, കമ്പനിയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ബാക്ക്ലൈറ്റ് ഫോട്ടോസിൻ്റെ റോ മെറ്റീരിയൽസ്, അതിനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് നിങ്ങൾക്കൊരു പാക്കേജായിട്ട് മേടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പാക്കേജിനകത്തിൽ ഈ ഒരു ബാക്ക്ലൈറ്റ് ഫോട്ടോ ചെയ്യുന്നതിന് എന്തെല്ലാം മെറ്റീരിയൽസ് ആവശ്യമാണോ അത് കംപ്ലീറ്റ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തിൽ ആ ബാക്ക്ലൈറ്റിന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള അഡാപ്റ്ററുകൾ, അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സ്ക്രൂ സെറ്റുകൾ, പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കണോ വാൾ ഹാങ്ങിങ് ആയിട്ട് വെക്കണോ അതിന് സ്യൂട്ടായിട്ടുള്ള ബാക്ക് സൈഡ്, അതുപോലെ തന്നെ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ പേപ്പറിലാണ്, ബാക്ക്ലൈറ്റ് ഫോട്ടോ പേപ്പർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഫോട്ടോ പേപ്പർ, പിന്നെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അക്രിലിക്, അതുപോലെ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, പിന്നെ LED സെറ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി സെറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം. ഇപ്പോൾ ഇത്രയും ചേർന്ന ഒരു കംപ്ലീറ്റ് സെറ്റ് നമുക്ക് ഈ പ്രോഡക്റ്റായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്തിലിടേണ്ട ഫോട്ടോ മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾ ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് എടുക്കുക. ആ മെഷർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഫോട്ടോഷോപ്പിൽ പേജ് സൈസ് സെറ്റ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. പ്രിൻ്റ് എടുക്കുന്നത് ഈ പേപ്പറിലായിരിക്കും. ഈ പേപ്പറിൻ്റെ പ്രത്യേകത, ഇതിന് 2 സൈഡുണ്ട്. ഒരു സൈഡ് ഗ്ലോസിയും ഈ സൈഡും മാറ്റുമായിരിക്കും. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ പ്രിൻ്റ് എടുക്കുന്നത് അതിൻ്റെ മാറ്റ് ഫിനിഷുള്ള ഭാഗത്തായിരിക്കും. നമ്മൾ മെഷർ ചെയ്ത മെഷർമെൻറ്റ് നമ്മൾ ഫോട്ടോഷോപ്പിൽ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നു. 300 റെസൊല്യൂഷനിൽ CMYK ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ അവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മൾ ഈ സെയിം സൈസിലേക്ക് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഏതെങ്കിലും ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, ഇവിടെ നമുക്ക് കാനോണിൻ്റെയോ എപ്സൻ്റെയോ ഏതെങ്കിലും ഒരു ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോഡക്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജ് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മാറ്റ് ഫിനിഷ് ഉള്ള സൈഡിലായിരിക്കും നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്, ഗ്ലോസി ഫിനിഷ് ഉള്ള സൈഡിലല്ല. അപ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇടുന്ന ഗ്ലാസ് അത് ഓൾറെഡി കവേർഡ് ആയിരിക്കും. ആ കവറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത്, അതിനകത്തിൽ ഫിംഗർ പ്രിൻ്റോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രെയിമിനകത്തിലേക്ക് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് എടുത്ത ഫോട്ടോ കറക്റ്റ് മെഷർമെൻറ്റിൽ സ്ക്രീനിൻ്റെ ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് പ്ലേസ് ചെയ്യുന്നു. പിന്നെ ഈ ലൈറ്റ് റിഫ്ലക്ഷൻ ഷീറ്റ്, അതിൻ്റെ ഫ്രണ്ടിലൊരു കോട്ടിംഗ് ഉണ്ടാകും. ആ കോട്ടിങ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്രൈറ്റായിട്ടുള്ള ഈ ഭാഗമാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗം നമ്മൾ ഫോട്ടോയെ ടച്ച് ചെയ്യത്തക്ക രീതിയിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കാർഡ്ബോർഡ് ആയിരിക്കും. ആ കാർഡ്ബോർഡ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാൾ ഹാങ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് നിൽക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ടേബിൾ ടോപ്പിൽ വെക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് നിൽക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വെക്കാൻ. അതിനുശേഷം ഇതിനോടൊപ്പം തന്നെ തന്നിട്ടുള്ള സ്ക്രൂ നമ്മൾ പ്രോഡക്റ്റിൽ സ്ക്രൂ ചെയ്യുന്നത് ഇത്രയും പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ ഫ്രെയിം അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് കൊണ്ട് ഒരു കംപ്ലീറ്റ് സെറ്റ്, ഒരു LED ഫോട്ടോ ഫ്രെയിം തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും. അപ്പോൾ ഇത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റുഡിയോക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇത്തരം പ്രോഡക്റ്റുകൾ വളരെ എളുപ്പം തന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമുക്ക് കൊടുക്കാനൊക്കുന്നതായിരിക്കും. അതിൻ്റെ വർക്കിംഗ് ആണെങ്കിൽ തന്നെ വളരെ സിമ്പിളായിരിക്കും. നമ്മൾ ഓൾറെഡി ഇതിൽ അതിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ആ അഡാപ്റ്റർ അതിൻ്റെ ജാക്ക് പിന്നിനകത്തിലേക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്രോഡക്റ്റ് വർക്കിങ്ങിലേക്ക് എത്തിച്ചേർക്കാനൊക്കെ നമുക്ക്.
അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു LED ഫോട്ടോ ഫ്രെയിം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ ഒക്കുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. മറ്റൊരു പ്രോഡക്റ്റിൻ്റെ അസംബ്ലിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.